ഹലോ കുട്ടികളെ, എല്ലാവർക്കും പ്രിയങ്ക ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്ര തുടങ്ങുകയാണ്. അതൊരു സാധാരണ യാത്രയല്ല. വഴികളില്ലാതെ കാഴ്ചകൾക്കും അപ്പുറം മണൽ മാത്രം നിറഞ്ഞ അതിജീവനം അസാധ്യമായി തോന്നുന്ന മരുഭൂമിയിലൂടെ ഉള്ള ഒരു കഠിനമായ യാത്ര. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. മണൽ കൂനകൾക്കിടയിലൂടെ. ഈ കഥയിലെ നായകൻ നജീബ് എന്ന സാധാരണക്കാരനായ ഒരു പ്രവാസിയാണ്. ഗൾഫ് രാജ്യത്ത് വലിയ സ്വപ്നങ്ങളുമായി എത്തുന്ന നജീബ് വിധിവൈരത്യം കൊണ്ട് ചെന്നുപെടുന്നത് മനുഷ്യവാസമില്ലാത്ത ഒരു മരുഭൂമിയിലെ ആട്ടിൻപറ്റത്തിന് ഇടയിലാണ്. തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകളും എങ്ങനെയെങ്കിലും തിരിച്ചെത്തണം എന്ന അതിയായ ആഗ്രഹവും മാത്രമാണ് അവനെ ആ കൊടും മരുഭൂമിയിൽ ജീവനോടെ നിലനിർത്തുന്നത്. ആ വലിയ അതിജീവനത്തിന്റെ കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമാണ് നാം ഇന്ന് വായിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കും മുമ്പേ ഈ നോവലിന്റെ രചയിതാവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബെന്യാമിൻ. പത്തനംതിട്ട ജില്ലയിലെ കുളനടയിൽ 1971 ജനിച്ച ബെന്നി ഡാനിയൽ ബെന്യാമിൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച ആടുജീവിതം എന്ന നോവൽ മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലാണ്. ചെറുകഥ മുതൽ നോവലുകൾ, ഓർമ്മക്കുറിപ്പുകൾ വരെ വിവിധ വിഭാഗങ്ങളായി 30ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. 2009 ആടുജീവിതം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിന് 2021 വയലാർ അവാർഡും ലഭിച്ചു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മണൽ കൂനകൾക്കിടയിലൂടെ. നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ്. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. കൂടെ പരിചയക്കാരനായ ഹക്കീമും. ബോംബെ വഴി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്ന അവർക്ക് അയൽക്കാരനായിരുന്ന ശശി ബോംബെയിൽ വെച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. റിയാദിൽ വിമാനമിറങ്ങിയ അവർ എയർപോർട്ടിൽ ഏറെ നേരം അർബാബിനെ കാത്തിരുന്നു. ഇതിനിടയിൽ അവിടെ എത്തിയ ആൾ തങ്ങളുടെ അർബാബ് ആണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു വണ്ടിയായിരുന്നു എന്റെ അർബാബിന്റേത്. ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ പെയിന്റുകൾ ഇളകി തുരുമ്പ് പിടിച്ചിരിക്കുന്നു. ഡോറുകളുടെ ലോക്ക് നഷ്ടപ്പെട്ട് കയറ് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. സീറ്റിന്റെ കുഷൻ ഇളകി സ്പ്രിങ്ങുകൾ വെളിയിൽ കാണാമായിരുന്നു. വണ്ടിക്ക് അടുത്തെത്തിയതും അർബാദ് എന്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറു വെച്ചു കൊടുത്തു. അർബാബ്, എന്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ, എന്റെ സൈനുവിന്റെ നാരങ്ങാച്ചാർ, എന്റെ ചങ്ക് പൊളിഞ്ഞുപോയി. ഹക്കീമിന്റെ ബാഗ് തട്ടിപ്പറിക്കുന്നതിന് മുമ്പ് അവൻ അത് ഓടിക്കൊണ്ടുപോയി പിറകിൽ വെച്ചു. അവന്റെ കയ്യിൽ അച്ചാറും വെളിച്ചെണ്ണയും അടക്കം കുപ്പി ഐറ്റംസ് കുറേയേറെ ഉണ്ടായിരുന്നു. അർബാബ് ഡ്രൈവർ വശത്തെ വാതിൽ തുറന്ന് സീറ്റിലേക്ക് ചാടി കയറിയിരുന്നു. സത്യത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കൂടി ഇരിക്കാനുള്ള സ്ഥലമേ ക്യാബിന്റെ ഉള്ളിലുള്ളൂ. ഞാനും ഹക്കീമും കൂടി എങ്ങനെയെങ്കിലും ഞെരുങ്ങി ഞെരുങ്ങി ഇരിക്കാം. ഞാൻ മറു ഡോർ തുറക്കാൻ ആഞ്ഞതും അർബാബ് എന്തോ ഒന്ന് അലറി. ഞാൻ ഞെട്ടി പുറകോട്ട് മാറി. അർബാബ് പുറകിലേക്ക് കൈചൂട്ടി. ഒന്നും മനസ്സിലാകാതെ ഞങ്ങൾ ഡോറിൽ പിടിച്ചു തന്നെ നിന്നു. അർബാബ് പിന്നെയും കൈചൂണ്ടി യാ അള്ള എന്ന് അലറി. പിന്നെ കോപത്തോടെ വാതിൽ തുറന്നിറങ്ങി വന്ന് എന്റെ കൈ പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി പിറകുവശത്തെ തുറന്ന ക്യാബിനുള്ളിലേക്ക് തള്ളി. അത് കണ്ടു ഹക്കീം അവിടേക്ക് ചാടി ഇറങ്ങി. അർബാബ് തിടുക്കത്തിൽ ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. വണ്ടിയുടെ പിൻഭാഗത്ത് 2-3 വലിയ അലൂമിനിയം പാത്രങ്ങളും കുറച്ച് പുല്ലും കുറെ ചാക്കുകെട്ടുകളും ഉണ്ടായിരുന്നു. സൈഡിൽ അടിയിൽ പിടിച്ച് വല്ല വിധേനയും ഞങ്ങൾ അവിടെ ഇരുന്നു. ഏതോ പുരാതന ലോകത്തു നിന്നും ഇറക്കിക്കൊണ്ടു വന്നതുപോലെ പഴഞ്ചനായിരുന്നുവെങ്കിലും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടെന്ന് തോന്നി. അതിന്റെ ഇരമ്പലും ചിലക്കലും മാത്രമായിരുന്നു അതികഠിനം. എന്നാൽ എയർപോർട്ട് വഴി വിട്ട് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ശരിക്കുമുള്ള വേഗം എനിക്ക് ബോധ്യപ്പെട്ടത്. നൂറുകണക്കിന് വാഹനങ്ങൾ അതിനെ നിർദാക്ഷിണ്യം പിന്തള്ളിക്കൊണ്ടിരിക്കുന്നു. അതാകെ പിന്തള്ളുന്നത് സ്വന്തം പുകക്കുഴൽ ഊതിവിടുന്ന കരിമ്പുക മാത്രം. ഗൾഫിന്റെ വീതികളിലൂടെയുള്ള എന്റെ ആദ്യ യാത്ര. അതങ്ങനെ തുറന്ന വണ്ടിയിലായത് എന്നെക്കുറിച്ച് വേദനിപ്പിച്ചെങ്കിലും കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. വഴിയുടെ ഇരുഭാഗത്തുമുള്ള നീളൻ കെട്ടിടങ്ങളുടെയും പ്രഭാപൂരത്തിന്റെയും കാഴ്ചയത്രയും അതിന്റെ മനോഹാരിത തെല്ലും ചേരാതെ കാണാൻ അതുകൊണ്ട് മാത്രം എനിക്ക് കഴിഞ്ഞു. അർബാബിനൊപ്പം മുൻ സീറ്റിലാണ് ഞാൻ ഇരുന്നെങ്കിൽ എനിക്ക് ഗൾഫിനെ അതിന്റെ പൂർണ്ണതയിൽ ഇങ്ങനെ കാണാൻ കഴിയുമായിരുന്നോ? വഴിയിൽ രാത്രി പിറന്നിരുന്നത് കൊണ്ട് മറ്റു വാഹനങ്ങളിൽ സഞ്ചരിച്ച ആർക്കും ഞങ്ങളെ കാണാനും കഴിയുമായിരുന്നില്ല. എത്ര നേരം ആ പിന്നിലിരുപ്പ് യാത്ര നീണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഹക്കീമിന് ഒട്ടുമേ നിശ്ചയം ഉണ്ടായിരിക്കണമെന്നില്ല. നഗരത്തിന്റെ പ്രഭാപൂരം പതിയെ അസ്തമിക്കുകയായിരുന്നു. നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു. ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. വെളിച്ചം എന്നത് തെരുവിൽ ഇടവിട്ട് തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ യാത്ര നീളൻ പാതകൾ ഉപേക്ഷിച്ച് ഇടവഴികളിലേക്ക് തിരിയുന്നത് ഞാൻ അറിഞ്ഞു. പ്രകാശം എന്നത് അപ്പോൾ വളരെ അകലെ അകലെ വരുന്ന വിളക്കുകാലുകൾ മാത്രമായി. ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോൾ ഹക്കീം ആ ചായയിരിപ്പിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു.
നല്ല യാത്രാക്ഷീണം കാണും. ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. യാത്ര ഇടവഴികൾ വിട്ട് മൺപാതകളിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ അറിഞ്ഞു. അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പിന്നെ അന്ധകാരം മാത്രം. പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽ കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. വിമാനത്തിൽ നിന്നും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എന്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. വല്ലതും കഴിച്ചിട്ട് ഇറങ്ങാൻ ശശി നിർബന്ധിച്ചിട്ടും കാലത്തെ വെപ്രാളത്തിനോ കഴിക്കാൻ തോന്നിയിരുന്നില്ല. വിമാനത്തിൽ നിന്ന് കിട്ടിയ എന്തൊക്കെയോ ആഹാരങ്ങൾ കഴിക്കേണ്ട വിധം നിശ്ചയമില്ലാതിരുന്നതിനാൽ കഴിക്കാനും പറ്റിയില്ല. എനിക്ക് സത്യത്തിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മണൽവാരി കരയ്ക്കടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാതിരിയുള്ള കത്തുന്ന വിശപ്പ്. എയർപോർട്ടിൽ വെച്ച് ഞാൻ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ വിശന്നും ചത്തേക്കും എന്നാണ് ഹക്കീം പറഞ്ഞത്. അർബാബ് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്കിത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്കിത്തിരി വെള്ളം മേടിച്ചു തരൂ എന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുന്നതല്ലാതെ ഒട്ടും പുറത്തേക്ക് വന്നതേയില്ല. പേടിയായിരുന്നു ആ നിലവിളി. അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി. അത് തന്നെയുമല്ല, കനത്ത ഇരുട്ടല്ലാതെ ആഹാരം കഴിക്കാൻ പാകത്തിൽ കടകൾ എന്തെങ്കിലും ഉള്ളതിന്റെ സൂചന വഴി കാണിച്ചു തന്നതുമില്ല. വണ്ടി മൺപാതയിലൂടെ ഓട്ടം തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഒന്നെങ്കിലും പിന്നിട്ടിരിക്കണം. കുലുങ്ങി കുലുങ്ങി എനിക്ക് നടുവേദനിക്കാൻ തുടങ്ങിയിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടും വിധത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നു പോകുന്നുണ്ട്. എന്തൊരു യാത്രയാണിത്! എന്റെ പടച്ചോനെ, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അന്നേരം മുതൽ എന്തെന്നറിയാതെ ഭീതി ഒരു മണി ഈച്ചേനെ പോലെ എന്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. അകാരണമായ ഒരു സംശയം മനസ്സിനെ ഇറുക്കാൻ തുടങ്ങി. ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എന്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ. വെറുതെ ഒരു തോന്നൽ. ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. എന്തോ എവിടെ ഒരു കുഴപ്പം മണക്കുന്നത് പോലെ. ഒന്നും വ്യക്തമല്ല. ഈ സംശയം ഹക്കീമിനോട് പങ്കുവെച്ചിരുന്നെങ്കിൽ അല്പം ആശ്വാസം കിട്ടുമായിരുന്നു. എന്നാൽ അവൻ നല്ല ഉറക്കമാണ്. ഉറങ്ങട്ടെ. ഒരുപക്ഷേ എന്റെ ആദി കേട്ടിരുന്നെങ്കിൽ അവൻ അപ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നിരിക്കണം. സമയം എത്രയാണെന്നറിയാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ശശിക്ക് വാച്ചൂരി കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ വീണ്ടും ശപിച്ചു. അല്ലെങ്കിൽ എത്തുമ്പോൾ എത്തട്ടെ, സമയം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ. എന്റെ സ്വന്തം അർബാബിന്റെ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. പിന്നെ സമയത്തെ ഓർത്ത് ഞാൻ എന്തിനു വേവലാതിപ്പെടണം. ഞാൻ വണ്ടിയുടെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു പുൽക്കെട്ടിലേക്ക് തല മെല്ലെ ചായ്ച്ചു വെച്ച് കിടന്നു. മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. വെറുതെ ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു. വണ്ടിയുടെ ഒടുങ്ങാത്ത കുലുക്കവും ഇരമ്പലും എനിക്ക് ആ യാത്രാക്ഷീണത്തിൽ താരാട്ടായി. ആ കിടപ്പിൽ കിടന്ന് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഇതാണ് ഈ പാഠഭാഗം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്ലാസുകൾക്കായി ഇപ്പോൾ തന്നെ പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.